നമസ്കാരം. മനുഷ്യനുണ്ടായ കാലം മുതലുള്ള അവൻ്റെ മറ്റൊരു സംശയമാണ് മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ അവിടെയും മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചതായിട്ടുള്ള ഒരുപാട് കഥകളും സിനിമകളും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുള്ളതാണ്. വർഷങ്ങളായി നടക്കുന്ന ഗവേഷണങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം മറ്റെവിടെയൊക്കെയോ ജീവൻ്റെ അംശം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ്. ഭൂമിയിൽ നിന്ന് 146 പ്രകാശവർഷം അകലെയാണ് ഈ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ജലാംശമുണ്ട്, അതുപോലെ ഭൂമിക്ക് ഏതാണ്ട് സമാനമായ അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ മനുഷ്യർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയവും വരുന്നുണ്ട്. പക്ഷേ ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടതനുസരിച്ചാണെങ്കിൽ ഇവിടെ കൊടും തണുപ്പാണ് ഉള്ളത്. നമുക്ക് സാധാരണ ഒരു ജീവനുള്ള വസ്തുവിന്, ഒരു ജീവിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള അസഹനീയമായ തണുപ്പാണ് ഇവിടെ ഉള്ളത്. മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്നുള്ള ഒരാൾക്ക് ഒരിക്കലും ആ ഗ്രഹത്തിൽ പോയി താമസിക്കാനോ അങ്ങോട്ട് കടന്നു പോകാനോ പോലും ഈ തണുപ്പ് കാരണം കഴിയുകയില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. അവിടെയും ഈ ഗ്രഹത്തിന് ഒരു സൂര്യനുണ്ട്. ആ സൂര്യന് ചുറ്റുമാണ് ഈ ഗ്രഹം വലയം വയ്ക്കുന്നത്. ഏതാണ്ട് 10 മണിക്കൂർ സമയമാണ് ഈ ചുറ്റി വരാനുള്ള ഈ ഗ്രഹത്തിന് ആവശ്യമായ സമയമെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഈ പ്രധാനപ്പെട്ട ഈ സൂര്യനെ പോലെയുള്ള ആ പ്രധാന നക്ഷത്രത്തിൽ നിന്ന് വളരെ അകലെയായിട്ടാണ് ഈ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദൂരെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചൂടൊരിക്കലും അവിടെ എത്തുകയില്ല എന്ന് മാത്രമല്ല, കൊടും തണുപ്പാണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്രഹത്തിൽ ഒരുപക്ഷെ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ ജലാംശവും മറ്റ് ചില അന്തരീക്ഷ പ്രത്യേകതകളുമൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. HD 137010b എന്നാണ് അവർ ഈ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. നാസയുടെ കൈവശമുള്ള ഏറ്റവും ആധുനികമായ ദൂരദർശിനി ഉപയോഗിച്ചാണ് ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ പുതിയ തലമുറ, അതായത് ന്യൂ ജനറേഷൻ ദൂരദർശിനി വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നിലവിൽ നാസയുടെ കൈവശമുള്ള അവരുടെ ഏറ്റവും പുതിയ ദൂരദർശനിക്ക് പോലും ഒരു പരിധിക്കപ്പുറം അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ സംവിധാനങ്ങളുള്ള ദൂരദർശനം എത്തുന്നതോടെ, അതായത് വർഷങ്ങളെടുക്കുമായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ജീവൻ്റെ അംശങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നാസ സ്ഥിരീകരിക്കുകയാണ്. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ എത്രയോ വർഷങ്ങളായി ഇത് സംബന്ധിച്ച ഗവേഷണങ്ങളിലാണ്. കാരണം അന്യഗ്രഹ ജീവികളുണ്ടോ ഇല്ലയോ എന്നുള്ള മനുഷ്യൻ്റെ എക്കാലത്തെയും ചോദ്യത്തിന് ഉത്തരം നൽകാൻ നാസ പണ്ട് മുതലേ ശ്രമം ആരംഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫലം പുറത്തു വന്നിരിക്കുന്നത്. നാസയുടെ തന്നെ കെപ്ലർ എന്ന ദൂരദർശിനിയാണ് ഈ ഗവേഷണത്തിന് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കെപ്ലറിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ദൗത്യത്തിൻ്റെ ആ ഗവേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഗ്രഹമെന്ന് പറയുന്നത് വല്ലാതെ തണുത്തുറഞ്ഞത് ഇരുണ്ടതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതല്ലാതെ പ്രകാശമാനമായ ഭൂമിയൊക്കെ പോലെയുള്ള തെളിച്ചമുള്ള ഒരു മേഖല അല്ല ഈ ഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് ഒരുപക്ഷെ ഇനിയും കൂടുതൽ വർഷങ്ങളെടുത്തേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നാസയുടെ ഗവേഷകർ വിശ്വസിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ അന്ന് ഭൂമിയിൽ നിന്ന് 9 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഒരു ഗ്രഹത്തിൽ ജീവൻ്റെ അംശങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നാണ് നാസ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതെന്താണെന്നോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോ അവർ ഇനിയും പുറത്തു വിട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പോൾ കണ്ടെത്തിയ ഗ്രഹത്തിൽ പോലും അവിടെ മനുഷ്യജീവനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ചെടികളോ മരങ്ങളോ ഒക്കെ വളരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഇനിയും ഒരുപക്ഷെ എത്രയോ വർഷങ്ങളെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിലും മനുഷ്യൻ്റെ ഈ അന്യഗ്രഹ ജീവികൾക്കായുള്ള അവൻ്റെ ആ ദൗത്യം ഇപ്പോഴും ആ പ്രയാണം തുടരുക തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും അറിയാൻ കഴിയും. മറ്റൊരു ഗ്രഹത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് ചെന്നെത്താൻ കഴിയുക, അതല്ലെങ്കിൽ അവിടെ മനുഷ്യജീവൻ ഉണ്ടോ, അവരിങ്ങോട്ട് വരുമോ, നമ്മുടെ ഭൂമിയിൽ സന്ദർശനം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന അന്യഗ്രഹ ജീവികൾ ഇവരാണോ എന്നൊക്കെയുള്ള കാര്യം വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും. ഒരുപക്ഷെ നാസയെ പോലെയുള്ള ഒരു അത്രയും സുശക്തമായ സംവിധാനങ്ങളുള്ള ഒരു ഏജൻസിക്ക് ഇതിൻ്റെ ഉത്തരം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും ഗവേഷകർ വിശ്വസിക്കുന്നത്.